ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുക ബ്ലൂ ലിങ്ക് ആപ്പ് നിങ്ങളുടെ ആൻഡ്രോയിഡ് വെയർ വാച്ചിൽ എങ്ങനെയാ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ ഈ ആൻഡ്രോയിഡ് വെയർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ക്രെറ്റാനെ കൺട്രോൾ ചെയ്യാൻ പോവുക. നിങ്ങളുടെ അടുത്ത് ക്രെറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിൻഡയുടെ വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതിൽ ബ്ലൂ ലിങ്ക് ആപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇന്റർഫേസ് എല്ലാം സെയിം ആണ്, കുറച്ച് ഫീച്ചേഴ്സിന്റെ ഡിഫറൻസ് കാണും, അത്രേ ഉള്ളൂ. സോ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാ ഫീച്ചർ നോക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ലിമിറ്റേഷൻസിനെ പറ്റി സംസാരിക്കാം. ഇതിൽ കുറച്ചൊക്കെ ലിമിറ്റേഷൻസും ഉണ്ട്, അതിനെയും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഫീച്ചറിനെ പറ്റി പിടികിട്ടും. എന്നാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഇതിനെ പറ്റി സംസാരിക്കാം. എന്നപ്പോ ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ആദ്യം ഈ ബ്ലൂ ലിങ്ക് സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നത് ഷോറൂമിൽ തന്നെയാണ്. വണ്ടി വാങ്ങിക്കുമ്പം സെറ്റപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാച്ചിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇവിടെയാണ് ബ്ലൂ ലിങ്ക്. ഇപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഫോണും കാണുന്നുണ്ട്, വാച്ചും കാണുന്നുണ്ട്, വണ്ടിയും കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബ്ലൂ ലിങ്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഫോണിൽ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ടേ ഇവിടെ വരുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പം ഓപ്ഷൻ വന്നു. ഇപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. സ്റ്റാർട്ട് എഞ്ചിൻ, സ്റ്റോപ്പ് എഞ്ചിൻ, വെഹിക്കിൾ സ്റ്റേറ്റസ്, ലോക്ക് ഡോർസ്, അൺലോക്ക് ഡോർസ്, ലൈറ്റ് ഹോൺ, പിന്നെ ഓട്ടോ ഹെൽതി എയർ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് എഞ്ചിൻ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ട് എഞ്ചിൻ പ്രസ് ചെയ്യാം. ഇത് പിന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ പിന്നിടാം. ഞാൻ പിന്നിട്ടു. ഇപ്പൊ ഇത് പറയുന്നുണ്ട് ഇത് ഒരു 2 minutes എടുക്കും ചിലപ്പോ ഒക്കെ സ്റ്റാർട്ട് ആവാനായിട്ട്. ഇപ്പൊ നമുക്ക് വണ്ടി കാണുന്നുണ്ട് ഇവിടെ. ഓൺ ആവുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവും. ബ്ലിങ്ക് ആയി കഴിഞ്ഞിട്ട് ഇത് ഓൺ ആവും. നിങ്ങൾക്ക് കാണാം കുറച്ച് ടൈം എടുക്കുന്നു. ഇത് ബ്ലിങ്ക് ആയി, വണ്ടി സ്റ്റാർട്ടായി. സോ ഇത് കുറച്ച് ടൈം എടുക്കും. അത് എന്തിനാവുന്നത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇപ്പം ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് മെസ്സേജ് വന്നു, ഫോണിലും മെസ്സേജ് വന്നു സ്റ്റാർട്ട് ആയിന്ന്. ഇപ്പം സ്റ്റോപ്പ് എഞ്ചിൻ പിന്നിടാം. ഓക്കെ, പിന്നിട്ടു, കമാൻഡ് പോയി. ഇപ്പം അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണം. ഓക്കെ, അത് ഓഫായി. പിന്നെ ഇവിടെ ഒരു മെസ്സേജ് വന്നു, റിമോട്ട് സ്റ്റോപ്പ് സക്സസ്ഫുൾ. അത് കഴിഞ്ഞ് വെഹിക്കിൾ സ്റ്റേറ്റസ് നോക്കാം. ഇത് ഇവിടെ നമ്മളുടെ വണ്ടിയുടെ സ്റ്റേറ്റസ് കാണിക്കും. ഇപ്പം എത്ര കിലോമീറ്റർ ഇത് ഓടും. ഇതിപ്പം 212 കിലോമീറ്റർ ഓടും. ഫ്യൂൽ എത്രയുണ്ട് അത് കാണിക്കും. പിന്നെ എഞ്ചിന്റെ സ്റ്റേറ്റസ് എന്താ, ഓഫ് ആണ്. ഇപ്പം ഡോർ ലോക്ക്ഡ് ആണ്. ക്ലൈമറ്റ് കൺട്രോൾ ഓഫ് ആണ്. വിൻഡ്ഷീൽഡ് ഡീഫ്രോസ്റ്റർ ഓഫ് ആണ്. പിന്നെ നമ്മളുടെ റിയർ വിൻഡോ ഡീഫ്രോസ്റ്ററും ഓഫ് ആണ്. ടെയിൽ ഗേറ്റ് ബൂട്ടും ഓഫ് ആണ്, ക്ലോസ്ഡ് ആണ്. പിന്നെ ബോണറ്റും ക്ലോസ്ഡ് ആണ്. ഇതാണ് ഇതിന്റെ സ്റ്റേറ്റസ്. അത് കഴിഞ്ഞ് ലോക്ക് ഡോർസ്, അൺലോക്ക് ഡോർസ്. ഇപ്പൊ അൺലോക്ക് ആദ്യം ചെയ്യാം, പിന്നെ പിന്നിടാം. ഓക്കെ, പിന്നിട്ട് കഴിഞ്ഞു, ഫെയിലായി. ഞാൻ പിന്നെ റോങ് ഇട്ടു. ഒരു പ്രാവശ്യം പിന്നെ ഇടാം. ഓക്കെ, പിന്നെയും പിന്നിട്ടു, കംപ്ലീറ്റ് ആയി. ഇപ്പം ഇത് അൺലോക്ക് ആവുമ്പം പിന്നെ അത് ബ്ലിങ്ക് ആവും. നിങ്ങൾക്ക് അത് കാണും. കുറച്ച് ടൈം എടുക്കും, എത്ര ടൈം എടുക്കും എന്ന് അറിയില്ല. അത് അൺലോക്ക് ആയി, അത് ബ്ലിങ്ക് ആയി, അത് അൺലോക്ക് ആയി. പക്ഷെ ഇത് തുറക്കാൻ പോകുമ്പം ഡ്രൈവർ സൈഡിൽ പോയിട്ട് ഇത് തുറക്കണം. അവിടെ ഒരു ബ്ലാക്ക് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ടേ ഇത് ഓപ്പൺ ആവുള്ളൂ. പാസഞ്ചർ സൈഡിലൊക്കെ പോയാൽ ഇത് അൺലോക്ക് ആവില്ല. ഇപ്പം ഓക്കെ, തിരിച്ച് ബ്ലൂ ലിങ്കിൽ പോവാം. പിന്നെ ലോക്ക് ഡോർസ് ചെയ്യാം. ലോക്ക് ഡോർസ് പിന്നെ ചോദിക്കും, പിന്നിടണം. ഓക്കെ, പിന്നിട്ടു, കംപ്ലീറ്റ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ കാണാം അത് ബ്ലിങ്ക് ആയി, അത് ലോക്ക് ആയി. സോ അതായിരുന്നു ഇതിന്റെ ഓപ്ഷൻ. പിന്നെ ഈ ലൈറ്റ് ഹോൺ ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ഞാനിപ്പം പ്രസ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഞാൻ പ്രസ് ചെയ്താൽ ഇപ്പം എന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരും, ചുമ്മാ എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നതെന്ന് പറയും. കാരണം ഇത് കുറച്ച് ലൗഡാണ്. ഇത് വണ്ടി തേടാനായിട്ട് നല്ല ഓപ്ഷനാണ്, ചുമ്മാ ഇത് പ്രസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഓട്ടോ ഹെൽതി എയർ നിങ്ങളുടെ വണ്ടിയുടെ എയറുടെ ക്വാളിറ്റീനെ പറ്റി പറയും, എങ്ങനെയാണ് ക്വാളിറ്റി. പക്ഷെ ഇത് യൂസ് ചെയ്യാനായിട്ട് ആദ്യം വണ്ടി ഓൺ ആവണം. ഇത് പ്രസ് ചെയ്താലും പിന്നിട്ടാലും ഇത് വർക്ക് ചെയ്യില്ല.
ഓക്കെ, ഞാൻ പിന്നിട്ടു. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് ഫെയിൽഡ് വരും. അത് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വണ്ടി ഓൺ ആവണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഫീച്ചേഴ്സ്. ഇത് കോമൺ ഫീച്ചേഴ്സ് ആണ്. എല്ലാ ഹ്യുണ്ടായി വണ്ടിയിൽ ഇങ്ങനത്തെ കോമൺ ഫീച്ചേഴ്സ് വരും. ചിലപ്പം ഒക്കെ വണ്ടി റിമോട്ട് സ്റ്റാർട്ട് ഓപ്ഷൻ വരില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സ് സെയിം ആണ്. സോ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? സോ ബേസിക്കലി ഈ വാച്ച് ഒരു റിമോട്ട് ആണ്. ഓക്കെ, ഇപ്പം ആ എറർ ഇവിടെ വന്നു. ഇത് പറയുക നമ്മളുടെ വണ്ടി ഓഫ് ആണ്, അത് കാരണം എഞ്ചിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ ഇത് ഒരു റിമോട്ട് ആണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ അടുത്ത് LTE വാച്ച് ഉണ്ടെങ്കിലും ഇത് സ്റ്റാൻഡ് അലോൺ വർക്ക് ചെയ്യില്ല. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ചിലപ്പോ ഒക്കെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് എന്റെ ചുമ്മാ വാച്ച് ഇട്ടിട്ട് ഞാൻ പോകാറുണ്ട്. അത് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി ഈ വാച്ചിന്റെ കൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഓർമ്മ വെക്കണം. പിന്നെ ഇതിന്റെ സിഗ്നൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇത് ബ്ലൂടൂത്ത് വൈഫൈന്റെ കൂടെ വണ്ടിയുടെ കൂടെ കണക്ട് ചെയ്യുന്നില്ല. ഇത് കണക്ട് ചെയ്യുവാണ് വണ്ടിയുടെ അടുത്ത് ഇതിന്റെ സ്വയം ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്ലാൻ വാങ്ങിക്കുമ്പം, ഹ്യുണ്ടായിയുടെ കൂടെ പ്ലാൻ വാങ്ങിക്കുമ്പം അവര് നിങ്ങൾക്ക് ആ ഇന്റർനെറ്റ് കണക്ഷൻ തരും. സോ ബേസിക്കലി പുതിയ വണ്ടി എടുക്കുമ്പോൾ 3 വർഷം ഫ്രീ കിട്ടും. ആ ഫ്രീ കണക്ഷൻ ആണ് ഇപ്പം എന്റെ അടുത്ത്. സോ ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് ഒരു ലോ പവർ ഇന്റർനെറ്റ് ഉണ്ട്. അത് ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒന്നുമല്ല, ലോ പവർ ആണ്. കാരണം അത് ചുമ്മാ വണ്ടീനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇതിന്റെ സ്റ്റേറ്റസ് ഒക്കെ നോക്കാനായിട്ട്, അങ്ങനത്തെ ഒക്കെ ഫീച്ചറിന് വേണ്ടിയിട്ടാണ്. സോ ആ സിഗ്നൽ എല്ലാ സമയം എല്ലാ സ്ഥലത്ത് വർക്ക് ചെയ്യൂല, ചില സ്ഥലത്തേ വർക്ക് ചെയ്യുള്ളൂ. സ്പെഷ്യലി നിങ്ങൾ ഒരു ബേസ്മെന്റിലൊക്കെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ ഇതിന് സിഗ്നൽ വരുന്നില്ല. വണ്ടിക്ക് സിഗ്നൽ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ഫോണും വാച്ചും കൊണ്ട് എന്ത് ചെയ്താലും അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് കാരണം വീടിന്ന് വെളിയിൽ പോകുമ്പം ചുമ്മാ ഫോണും വാച്ച് എടുത്തിട്ട് പോകരുത്. റിമോട്ട് എല്ലാ സമയം നിങ്ങളുടെ കൂടെ വേണം. എന്റെ കൂടെ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. ഞാൻ മോളിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ബാഗിൽ വെച്ചിട്ട് ഞാൻ പോയി. പിന്നെ വണ്ടി തുറക്കാൻ നോക്കിയപ്പോൾ വണ്ടി തുറക്കുന്നില്ലായിരുന്നു, കാരണം വണ്ടിക്ക് സിഗ്നലേ കിട്ടുന്നില്ലായിരുന്നു. സോ ആ പ്രോബ്ലം എനിക്ക് കിട്ടിയായിരുന്നു. സോ അത് കാരണം ഇതാണ് ഇതിന്റെ ബിഗസ്റ്റ് ലിമിറ്റേഷൻ. നിങ്ങൾ ഇത് ബ്ലൂടൂത്തും വൈഫൈന്റെ കൂടെ അടുത്ത് പോയിട്ട് സിഗ്നൽ കൊണ്ട് തുറക്കാൻ പറ്റില്ല. ആ വണ്ടിയുടെ ഇന്റർനെറ്റ് ഓടുന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. സോ അതാണ് നിങ്ങൾക്ക് ഓർമ്മ വെക്കേണ്ടത്. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.